വീണ്ടും കാനായിലേക്കൊന്ന് പോകാം. അമ്മ മറിയത്തോടൊപ്പം വിവാഹ വിരുന്നിന്റെ പന്തികളിലൂടെ തലങ്ങും വിലങ്ങും നടക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കും. ഓരോ പന്തിയിലും ഓരോ വ്യക്തിക്കും ഓരോ സംഗതിയും വിഭവവും തികഞ്ഞോ തികഞ്ഞില്ലയോ എന്ന് തിരഞ്ഞ് ഓടി നടക്കുന്ന കുടുംബനാഥന്റെ മൂക്കിന്റെ താഴെ കണ്ണിന്റെ മുമ്പിൽ ഒരു കുറവുണ്ടായിട്ടും അയാൾക്ക് കാണാൻ പറ്റിയില്ല. അവിടെ ഒരു കുറവ് ആദ്യം കണ്ടെത്തേണ്ട കുടുംബനാഥൻ അത് കണ്ടെത്തിയില്ല. മറിയം അത് കണ്ടെത്തി എന്ന് യോഹന്നാൻ സുവിശേഷൻ രേഖപ്പെടുത്തുമ്പോൾ കഴുകന്റെ കണ്ണുകളുള്ള യോഹന്നാൻ സഭയ്ക്ക് നൽകുന്ന പുതിയൊരു സന്ദേശമുണ്ട്. നീ എത്ര വലിയ ആളാണെങ്കിലും, നീ എത്ര പ്രാപ്തനാണെങ്കിലും, നിന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു കുറവ്, നിന്റെ വ്യക്തിത്വത്തിലെ ഒരു കുറവ് ശരിക്കും നിനക്ക് സ്വയം കണ്ടെത്തി തിരുത്താൻ സാധിക്കണം എന്നില്ല. അതുകൊണ്ട് സഭയ്ക്ക് ദൈവം നൽകുന്ന ദാനമാണ് മറിയം. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയാൻ കാനായിൽ മറിയം എത്തേണ്ടിയിരുന്നു. നിനക്ക് വീഞ്ഞില്ല എന്ന് ഇന്ന് പറയാൻ, എനിക്ക് വീഞ്ഞില്ല എന്ന് എന്നെ ഓർമ്മപ്പെടുത്താൻ ഇന്നും സഭയിൽ ദൈവനാമത്തിൽ മറിയം നിൽക്കുന്നു. അവളുടെ ജോലി ഒന്ന് മാത്രം, നിന്നെ തിരുത്തുക. നിനക്ക് വീഞ്ഞില്ല, നിനക്കൊരു കുറവുണ്ട്. നിന്റെ കണ്ണുകൾ എത്ര പരതി നടന്നാലും, ലോകം മുഴുവൻ കാൽക്കീഴിൽ വെച്ചാലും നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞ് നിന്നെ തിരുത്തുവാൻ, മിശിഹായിലേക്ക് നിന്നെ നടത്തുവാൻ, മിശിഹായിലേക്ക് നിന്നെ നടത്തുവാൻ മറിയമുണ്ട്. മറിയം കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടണ്ട. മിശിഹായിലേക്കുള്ള വഴിയിൽ തെറ്റാതെ നടന്ന് നീ സ്ലീവായുടെ ചുവട്ടിൽ എത്തിക്കൊള്ളും.